സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ദിനപത്രം എഡിറ്റോറിയൽ. കടുത്ത വിലക്കയറ്റത്തിൽ സഹായിക്കാൻ സർക്കാരുണ്ടെന്ന് ജനത്തിന് തോന്നുന്നില്ലെന്ന വിമർശനം. വിശദാംശങ്ങൾ നൽകാനായി നമുക്കൊപ്പം ആസിഫ് ചേരുന്നുണ്ട്. ആസിഫ്, ഒരു ദീപിക ദിനപത്രത്തിൽ കടുത്ത വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു വിമർശനം? നയനാർ, വിലക്കയറ്റ വിഷയം നിർത്തിയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ദീപിക എഡിറ്റോറിയലിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ ഒരു സാഹചര്യമാണ്. പച്ചക്കറിക്കും അതുപോലെ തന്നെ മാംസത്തിനും എല്ലാ സാധനങ്ങൾക്കും വില കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. സഹായിക്കാൻ ഒരു സർക്കാർ ഉണ്ട് എന്ന ജനത്തിന് തോന്നുന്ന സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വയറ്റിലെത്തി നിയമസഭയെ പൊള്ളിക്കുന്നില്ലെങ്കിൽ അതിനകത്തുള്ളവരെ കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നും ദീപിക എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്ത് തിന്നുമെന്നോ കുടിക്കുമെന്നോ ഓർത്ത് വിഷമിക്കേണ്ടതില്ലാത്തതിനാലാവും ജനപ്രതിനിധികളും മന്ത്രിമാരും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടാത്തതും ഇതൊന്നും അറിയാത്തതും എന്നുള്ള ഒരു കാര്യവും ദീപിക ഈ ഒരു എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമസഭയിലും മന്ത്രിസഭയിലും നിഷ്ക്രിയതയുടെ മരവിപ്പാണ് എന്നും വിമർശനം ചൂണ്ടിക്കാണിക്കുന്നു. ഈ അവശ്യ സാധനങ്ങളുടെ വില, പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും മാംസങ്ങളുടെയും എല്ലാം വിലപ്പറ്റി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ദീപികയുടെ എഡിറ്റോറിയലുള്ളത്. അതോടൊപ്പം ഈ ഒരു വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. സപ്ലൈകോ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല. അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് നിയന്ത്രിക്കാനോ മറ്റോ ശ്രമിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് നിയമസഭ അടക്കം ഈ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും ഈ ദീപിക എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും സഹായിക്കാനുള്ള ഒരു സർക്കാർ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ള രൂക്ഷമായ ഒരു വിമർശനമാണ് പ്രധാനമായും ദീപിക എഡിറ്റോറിയൽ കൂടി ഉന്നയിക്കുന്നത്. വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങളിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ദിനപത്രം എഡിറ്റോറിയൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ആസിഫ് നൽകുന്നത്.